സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ നിന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ കഅബാലയം ലക്ഷ്യം വെച്ചുകൊണ്ട് മുസ്ലിമീങ്ങളുടെ പ്രതിനിധികൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ പ്രത്യേകമായ ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പലരും യാത്രക്ക് ഒരുങ്ങുന്നു, ചിലരൊക്കെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പലരും അവിടെ എത്തിക്കഴിഞ്ഞു. വിശുദ്ധമായ ഹജ്ജ് കർമ്മം അവർ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഈ വർഷം ഹജ്ജിന് വേണ്ടി ഒരുങ്ങിത്തിരിച്ച നമ്മുടെ സഹോദരങ്ങൾക്ക് മഖ്ബൂലും മബ്റൂറുമായ നിലക്ക് ആ മഹനീയ കർമ്മം നിർവഹിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസികളെ, ഹജ്ജിന് പോകാത്ത നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ ഒരുങ്ങുകയും പ്രത്യേകമായി തയ്യാറെടുക്കുകയും ചെയ്യേണ്ട വളരെ പ്രധാനമായ ചില ഇബാദത്തുകളുണ്ട്. അതിനെ സംബന്ധിച്ചാണ് ഇന്നത്തെ ഖുതുബയിൽ ഓർമ്മപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അളവറ്റ അനുഗ്രഹങ്ങളുടെയും കാരുണ്യത്തിന്റെയും ഒക്കെ നടുവിലാണ്. വൈവിധ്യമാർന്ന അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുണ്ട്. നമ്മൾ ആലോചിച്ചാൽ നമുക്കതിനെ സംബന്ധിച്ച് എണ്ണിത്തിട്ടപ്പെടുത്തുവാനോ അതിര് നിശ്ചയിക്കുവാനോ സാധ്യമല്ല. നാം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം, നാം ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വായു, നമുക്ക് നൽകപ്പെട്ട സമ്പത്ത്, നമ്മുടെ ഇണകൾ, നമ്മുടെ സന്താനങ്ങൾ, നാം കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം, നാം സമാധാനത്തോടുകൂടെ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വീട്, അതല്ലെങ്കിൽ നമ്മുടെ പാർപ്പിടം, ഇങ്ങനെ എണ്ണിയാൽ നമുക്കോരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തു തന്ന എണ്ണമറ്റ അനുഗ്രഹങ്ങളും കാരുണ്യങ്ങളും എണ്ണിത്തിട്ടപ്പെടുത്തുവാനോ അതിര് നിശ്ചയിക്കുവാനോ സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ സൂറത്തു ഇബ്രാഹീമിൽ 34-ാമത്തെ ആയത്തിലൂടെ മനുഷ്യരെ ഇത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വഇൻ തഅദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സുഹാ, മനുഷ്യരെ, നിങ്ങൾക്ക് ചെയ്തു തന്ന അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ നിങ്ങൾ ക്ലിപ്തപ്പെടുത്താൻ ഒരുങ്ങുകയാണെങ്കിൽ ലാ തുഹ്സുഹാ, നിങ്ങൾക്കതിന് സാധ്യമല്ല. എണ്ണിത്തിട്ടപ്പെടുത്താൻ, ക്ലിപ്തപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയില്ല. ഇന്നൽ ഇൻസാന ലളൂമുൻ കഫാർ, എന്നാൽ ഈ അനുഗ്രഹങ്ങൾക്കിടയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യൻ നിത്യേന അത് ആസ്വദിക്കുന്നു, അനുഭവിക്കുന്നു, പക്ഷേ അതിനെക്കുറിച്ച് ഓർക്കുന്നില്ല. അവൻ നന്ദികേട് കാണിക്കുകയാണ്. ഇന്നൽ ഇൻസാൻ, തീർച്ചയായും മനുഷ്യൻ ലളൂമുൻ, അവൻ അതിക്രമകാരിയാണ്. മാത്രമല്ല കഫാർ, കഫാർ എന്നാണ് പറഞ്ഞത്, നന്ദി കെട്ടവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആലോചിച്ചു നോക്കൂ, അല്ലാഹു നമുക്ക് ചെയ്തു തന്ന ഏത് അനുഗ്രഹങ്ങളാണെങ്കിലും ആ അനുഗ്രഹങ്ങൾ പിൻവലിക്കാൻ അവന് സെക്കൻഡുകൾ മതി. ആ അനുഗ്രഹങ്ങൾ നമ്മിൽ നിന്ന് എടുത്തു കളയാൻ അധിക സമയം ആവശ്യമില്ല. അതുകൊണ്ട് വിശ്വാസികളെ, നാം ഓർക്കുക, ചിന്തിക്കുക, അല്ലാഹു നമുക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് നമ്മൾ നന്ദി കാണിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് നമ്മൾ നന്ദി കാണിക്കേണ്ടത്? അവൻ നിശ്ചയിച്ച ഇബാദാത്തുകൾ അത് അവന് വേണ്ടി മാത്രം നിർവഹിച്ചുകൊണ്ടാണ് നാം നന്ദി കാണിക്കേണ്ടത്. അല്ലാഹു നന്ദി കാണിക്കുന്നതിന്റെ രീതി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സൂറത്ത് സുമറിലെ 66-ാമത്തെ വചനം, ബലില്ലാഹ ഫഅബ്ദ് വകും മിനശ് ശാകിരീൻ. ബലില്ലാഹ ഫഅബ്ദ്, ഏകനായ റബ്ബിനെ നീ ആരാധിക്കണം. വകും മിനശ് ശാകിരീൻ, അങ്ങനെ നീ നന്ദി ചെയ്യുന്നവരിൽ ഉൾപ്പെടുകയും ചെയ്യണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആവശ്യപ്പെടുകയാണ്. അപ്പൊ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ആരാധനകളെല്ലാം അല്ലാഹു ചെയ്തു തന്ന നിഅമത്തുകൾക്കുള്ള നന്ദിയാണ്.
നാം ചെയ്യുന്ന നമസ്കാരം, നമ്മൾ അനുഷ്ഠിക്കുന്ന നോമ്പ്, നാം നൽകുന്ന സക്കാത്ത്, ഹജ്ജ് ചെയ്യുന്നവർ ആ ഹജ്ജ്, അതേപോലെ തന്നെ ഉംറ കർമ്മം, നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ, നാം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ദിക്റുകൾ എന്നിങ്ങനെ നാം ചെയ്യുന്ന ഏതേത് ഇബാദാത്തുകളുണ്ടോ ആ ഇബാദാത്തുകളെല്ലാം അള്ളാഹുവിന്റെ നിഅമത്തുകൾക്കുള്ള നന്ദിയാണ്. അക്കൂട്ടത്തിൽ നമ്മളോട് കൽപ്പിക്കപ്പെട്ട വളരെ പ്രധാനമായ ഒരു ഇബാദത്തിനെ കുറിച്ച് ചിന്തിക്കേണ്ട സമയത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഏതാണ് ആ ഇബാദത്ത്? അത് ദബ്ഹാണ്, അതല്ലെങ്കിൽ ഉലൂഹിയത്താണ്. ബലികർമ്മം എന്ന് നമ്മൾ പറയും. ബലികർമ്മം എന്ന് പറയുന്നത് വളരെ പ്രധാനമായ, അള്ളാഹുവിലേക്ക് സാമീപ്യം ലഭിക്കുന്ന, റബ്ബിലേക്ക് ഒന്നുകൂടെ നമുക്ക് അടുപ്പം ലഭിക്കുന്ന മഹത്തായ ഒരു കർമ്മമാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ അതിനെ സംബന്ധിച്ച് പറയുന്നു, എന്താണ് ഉലൂഹിയത്ത്, അതല്ലെങ്കിൽ ബലികർമ്മം? മാ യദ്ബഹു മിൻ ബഹീമത്തിൽ അൻആം, കന്നുകാലികളിൽ നിന്ന് നാം അറുക്കുന്നതാണ്. കന്നുകാലികളിൽ നിന്നാണ് അറുക്കേണ്ടത്. കന്നുകാലികൾ എന്ന് പറഞ്ഞാൽ ഒട്ടകം, അതല്ലെങ്കിൽ മാടുവർഗം, അതേപോലെ തന്നെ ആട്. അപ്പോ ഒട്ടകം, മാടുവർഗം, ആട്, ഇതാണ് കന്നുകാലികൾ, ബഹീമത്തുൽ അൻആം എന്ന് പറയുന്നത്. അപ്പൊ ബഹീമത്തുൽ അൻആമിൽ നിന്ന് നാം അറുക്കുന്നു. ഏത്? അയ്യാമുത്ത് തശ്രീഖ്, ഈദിന്റെ സുദിനങ്ങളിൽ, ദുൽഹിജ്ജ 10 മുതൽ അയ്യാമുത്ത് തശ്രീഖിന്റെ ദിനങ്ങളിൽ തഖർറുബൻ ഇലല്ലാഹി അസ്സ വജൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുപ്പം സിദ്ധിച്ചുകൊണ്ട്, അടുപ്പം ആഗ്രഹിച്ചുകൊണ്ട്, തഖർറുബ് ആഗ്രഹിച്ചുകൊണ്ട് മാത്രം നാം നിർവഹിക്കുന്ന കർമ്മമാണിത്. വെറുതെ അർത്താൽ പോരാ. ഈ കർമ്മത്തിലൂടെ എന്റെ റബ്ബിലേക്ക് എനിക്ക് തഖർറുബ് വേണം, എനിക്ക് അടുപ്പം വേണം. അത് അറുക്കുന്നതിന് മുമ്പ് ഞാൻ എത്രത്തോളം റബ്ബിൽ നിന്ന് അകലെയാണോ, ഒന്നുകൂടെ എനിക്ക് എന്റെ റബ്ബിലേക്ക് സാമീപ്യം ലഭിക്കാൻ വേണ്ടി അവൻ ഇഷ്ടപ്പെടുന്ന മഹനീയമായ ഒരു കർമ്മം ഞാൻ നിർവഹിക്കുകയാണെന്ന നീയത്തോടെ നാം ഈദിന്റെ സുദിനങ്ങളിൽ നടത്തുന്ന ബലികർമ്മം, അത് വഹിയ മിൻ ശആഇരിൽ ഇസ്ലാം, അത് ഇസ്ലാമിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ്, ഇസ്ലാമിന്റെ ശആറുകളിൽപ്പെട്ടതാണ്. അത് അള്ളാഹുവിന്റെ കിതാബ് കൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് കൊണ്ടും ഇക്കാലം അത്രയുമുള്ള ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങളുടെയും ഇജ്മാഅ് പ്രകാരം സ്ഥിരപ്പെട്ട കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഖുർആനിൽ അതിന് തെളിവുണ്ട്, ഹദീസുകളിൽ അതിന് തെളിവുണ്ട്. മാത്രമല്ല, ഇന്ന് നമ്മൾ നിലനിൽക്കുന്ന ഈ കാലം വരെ നമ്മുടെ നേതാക്കന്മാരായ സർവ്വ മുസ്ലിമീങ്ങളും ചെയ്തു കാണിച്ചു തന്ന ഇജ്മാ ഉള്ള വിഷയമാണ്. അതുകൊണ്ട് ബലി ഇസ്ലാമിലില്ല, അങ്ങനെ ഒരു സമ്പ്രദായം തന്നെ ഇസ്ലാമിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്വഹാബത്തിനെയും പൂർവീകരെയും സച്ചരിതരായ മുൻഗാമികളെയും വിശുദ്ധ ഖുർആൻ വ്യാഖ്യാനിച്ച പണ്ഡിതന്മാരെയും മഹാനായ മുത്തു നേതാവിന്റെ ഹദീസുകളെയും ഒക്കെ തള്ളിപ്പറഞ്ഞും നിഷേധിച്ചുകൊണ്ടുമൊക്കെ പുത്തനാശയങ്ങൾ സൃഷ്ടിക്കുകയും മുസ്ലിം സമുദായത്തിലെ വിശ്വാസങ്ങളെയും കർമ്മങ്ങളെയും ചോദ്യം ചെയ്ത് സംശയമുണ്ടാക്കി മുസ്ലിമീങ്ങളെ വഴിതെറ്റിക്കുന്ന ഒരുപാട് വഴിതെറ്റിക്കുന്ന പിഴച്ചവർ, അവർ അവരുടേതായ വഴികൾ സ്വീകരിക്കുകയും അവരുടേതായ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും റീൽസുകളോ ഏതെങ്കിലും യൂട്യൂബ് വീഡിയോകളോ ഒക്കെ കണ്ട് ബലികർമ്മത്തിന്റെ ഒന്നും ആവശ്യമില്ല, അതൊക്കെ വെറുതെ പറയുന്നതാണെന്ന് അള്ളാഹുവിന്റെ കിതാബിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന ആരുടെയെങ്കിലും വാക്കുകൾ കേട്ട് വിശ്വാസികളെ തെറ്റിദ്ധരിച്ചു പോകരുത്. അള്ളാഹു ഖുർആനിലൂടെ പറഞ്ഞ കാര്യമാണ്, മുത്തു നേതാവ് വിശദീകരിച്ചതാണ്, മുസ്ലിമീങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമില്ലാത്ത കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണത്. എന്താണ് ബലികർമ്മത്തിന്റെ വിധി, അതിന്റെ ഹുക്ം എന്താണ്? മഹാന്മാരായ പണ്ഡിതന്മാർക്കിടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ബലികർമ്മം നിർബന്ധമാണെന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. എന്നാൽ അത് ശക്തമായ സുന്നത്തും മുഅക്കദ, ശക്തമായ സുന്നത്താണ് എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുമുണ്ട്. ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം അതാണ്. ചുരുക്കി പറഞ്ഞാൽ അത് കഴിവുള്ളവന് ശക്തമായ ഒരു സുന്നത്താണെന്ന കാര്യത്തിൽ പണ്ഡിത ലോകത്ത് ഭിന്നാഭിപ്രായമേ ഇല്ല. സുന്നത്ത് മുഅക്കദാണെന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമേ ഇല്ല. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എടുത്തു പരിശോധിച്ചാൽ നിങ്ങൾ നോക്കൂ, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു. 10 കൊല്ലക്കാലമാണ് നമ്മുടെ നേതാവ് മദീനയിൽ ജീവിച്ചത്. ആ 10 കൊല്ലക്കാലത്തിൽ ഒരൊറ്റ വർഷം പോലും ഉദൂഹിയത്ത് നിർവഹിക്കാത്ത ഒരു വർഷം അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല. ലഹൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ബികബ്ശൈനി അംലഹൈനി അഖറനൈനി ദബഹഹുമാ ബിയദിഹി വസമ്മാ വകബ്ബർ. ഹദീസുകളിൽ കാണാം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബലികർമ്മം നിർവഹിച്ചു.
എന്തിനെയാണ് ബലി നൽകിയത്? ബികബിശൈനി, കെബിഷിനെയാണ്, 2 കെബിഷുകളെയാണ്. എന്താ കെബിഷ് എന്ന് പറഞ്ഞാൽ? ആടുവർഗങ്ങളിൽപ്പെട്ട ആണാടിനാണ് കെബിഷ് എന്ന് പറയുന്നത്. അംലഹൈനി അഖറനൈനി, കൊമ്പുള്ള, കാണാൻ ഭംഗിയുള്ള, നല്ല വെളുത്ത അംലഹൈൻ. അംലഹ് എന്ന് പറഞ്ഞാൽ അബിയദുൽ ഖാലിസ് എന്നാണ്. അതായത് തനി വെള്ള നിറമുള്ള കൊമ്പുള്ള. അതേപോലെ തന്നെ ആണാടുകളിൽ നിന്ന് 2 ആടുകളെ അള്ളാഹുവിന്റെ റസൂല് എങ്ങനെ ബലികർമ്മം നിർവഹിച്ചു. ബലി നിർവഹിച്ചപ്പോൾ ബിസ്മില്ലാ എന്ന് പറഞ്ഞു, വകബ്ബറ, തക്ബീർ ചൊല്ലുകയും ചെയ്തു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോ അത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അവിടുന്ന് മുടങ്ങാതെ നിർവഹിച്ച ഒരു കർമ്മമാണ്. അത്രയും ഗൗരവത്തോടുകൂടെയാണ് അവിടുന്ന് സൂചിപ്പിച്ചതും. അവിടുന്ന് പറയാണ്, മൻ വജദ സഅതൻ ഫലം യുദഹി ഫലാ യഖ്റുബന്ന മുസല്ലാനാ. ആർക്കെങ്കിലും കഴിവ് നൽകപ്പെട്ടിട്ടുണ്ട്, സാമ്പത്തിക കഴിവുണ്ട്, എന്നിട്ടും അവൻ ഉലൂഹിയത്ത് നിർവഹിച്ചില്ലെങ്കിൽ ഫലാ യഖ്റുബന്ന മുസല്ലാനാ, നമ്മുടെ ഈദിന്റെ മുസല്ലയിലേക്ക് അവൻ വരേണ്ടതില്ല, അവൻ വന്ന് നമസ്കരിക്കുന്നതിൽ നമുക്ക് ആവശ്യമില്ല എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം അഹ്മദും ഇബ്നു മാജയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹീഹായ ഹദീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഓർക്കണം വിശ്വാസികളെ, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്താണെന്നറിയോ? ഈദിന്റെ മുസല്ലയിലേക്ക് ആർത്തവകാരികളായ സ്ത്രീകൾ പറ്റുമെങ്കിൽ അവർ വരട്ടെ, കന്യകകൾ ഈദിന്റെ മുസല്ലയിലേക്ക് വരട്ടെ. വസ്ത്രമില്ലാത്തവർ സഹോദരിയുടെ വസ്ത്രം ജിൽബാബ് കടം വാങ്ങിയിട്ടെങ്കിലും മുസ്ലിമീങ്ങളുടെ ആഘോഷ ദിവസമായ ഈദ് മുസല്ലയിലേക്ക് അവരെ കൊണ്ടുവരണം, അവര് വരട്ടെ, എന്നിട്ട് അവർ നന്മകളിൽ പങ്കാളികളാകട്ടെ എന്ന് പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, ബലികർമ്മം കഴിവുണ്ടായിട്ടും നിർവഹിക്കാത്തവൻ ഈദിന്റെ മുസല്ലയിലേക്ക് വരേണ്ടതില്ലെന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം എത്രമാത്രമാണെന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ചിന്തിക്കാവുന്നതേയുള്ളൂ. അതുകൊണ്ട് വിശ്വാസികളെ, ഒന്നാമതായി എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, അതിനൊരുങ്ങേണ്ട സമയമാണ്. ഇനിയും ഒരുങ്ങാത്തവർ അതിന് തയ്യാറെടുക്കണം. ഞാൻ ഈ വർഷം ബലികർമ്മം നിർവഹിക്കും, അതെന്റെ റബ്ബിങ്കലേക്കുള്ള തഖർറുബാണ്, എന്റെ നാഥനിലേക്ക് അടുക്കാനുള്ള ഒരു അവസരമാണ്. അതിന് ഒരു ചെറിയ തുക മുടക്കാൻ എനിക്കില്ലെങ്കിൽ പിന്നെ എന്തിന് ഞാനൊരു മുസ്ലിമായി ജീവിക്കണം എന്ന് ചിന്തിക്കാൻ ഈ സന്ദർഭത്തിൽ നമ്മൾ ഓരോരുത്തരും തയ്യാറാകണം. അള്ളാഹു ചെയ്തു തന്ന നിഅമത്തുകൾക്കുള്ള നന്ദിയാണത്. നോക്കൂ, നിങ്ങൾ ഖുർആനിൽ അല്ലാഹ് പറയുന്നത്, ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ. ഈ അധ്യായം നമ്മളൊന്ന് ഓർത്തു നോക്കൂ, അതിന്റെ അർത്ഥം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്നാ അഅ്തൈനാകൽ കൗസർ, നബിയേ, നിങ്ങൾക്ക് ഞാൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ എത്രയാണ്, ധാരാളം ധാരാളം നിങ്ങൾക്ക് ഞാൻ തന്നില്ലേ. എന്നിട്ട് അതിന് നന്ദി കാണിക്കാൻ പറയുന്നത് എങ്ങനെയാണെന്നോ, ഫസല്ലി ലിറബ്ബിക, നിങ്ങളുടെ റബ്ബിന് വേണ്ടി നിങ്ങൾ നമസ്കരിക്ക്, വൻഹർ, ബലികർമ്മം നിർവഹിക്കുകയും ചെയ്യൂ. അപ്പൊ നമസ്കാരത്തോട് ചേർത്തി പറയുകയാണ്, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്കുള്ള നന്ദി കൂടിയാണത്. അതുകൊണ്ട് ബലികർമ്മവുമായി ബന്ധപ്പെട്ട് ഗൗരവമായ ചില കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ബലികർമ്മത്തിന് 2 അടിസ്ഥാന കാര്യങ്ങളുണ്ട്. ഒന്ന് തസ്മിയത്താണ്. തസ്മിയത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നാമത്തിലാണ് അറുക്കേണ്ടത്, പറയേണ്ടതില്ല, മുസ്ലിമീങ്ങൾക്ക് അതറിയാം. രണ്ടാമത്തേത് ഖസ്ദാണ്. ഖസ്ദ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശ ലക്ഷ്യമാണ്. എന്താണ് ബലി നൽകുമ്പോൾ നമുക്ക് ഉദ്ദേശം ഉണ്ടാകേണ്ടത്? മഹല്ലിൽ എല്ലാവരും അറുക്കുന്നുണ്ട്, ഞാൻ അറുത്തിട്ടില്ലെങ്കിൽ എന്റെ തറവാടിന്, എന്റെ വ്യക്തിത്വത്തിന്, എന്റെ അഭിമാനത്തിന് അതൊരു പ്രശ്നമാണ്. അതുകൊണ്ട് കിടക്കട്ടെ, ഞാൻ ഒരു ആടിനെ അറുക്കാം, അതല്ലെങ്കിൽ ഞാനും ഒരു ഉരുവിൽ ഷെയർ ചെയ്യാം. അല്ല, മറിച്ച് ബലികർമ്മം നിർവഹിക്കുമ്പോൾ രണ്ടാമതായി അതിന്റെ അടിസ്ഥാന ലക്ഷ്യം എന്താണ്? ഖസ്ദ് വേണം, അള്ളാഹുവിലേക്ക് തഖർറുബ്, എന്റെ നാഥന്റെ പ്രീതിയല്ലാതെ മറ്റൊന്നും ഞാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് അള്ളാഹുവേ, നിന്നിലേക്ക് അടുപ്പം നേടാൻ ഈ കർമ്മം കൊണ്ട് എനിക്ക് സാധിക്കണം എന്ന ഒറ്റ നീയത്ത് മാത്രമായിരിക്കണം അതിന്റെ പിന്നിൽ ഉണ്ടായിരിക്കേണ്ടത്. വിശ്വാസികളെ, അറിവിന് 4 അവസ്ഥകളുണ്ട്. അറിവിന് 4 അവസ്ഥകളുണ്ട്. ഏതാണ് ഈ 4 അവസ്ഥകൾ? അതും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ അവസ്ഥ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ നാമത്തിൽ അറുക്കുക, ബിസ്മി ചൊല്ലിക്കൊണ്ട് അറുക്കും. ആ അറുക്കുന്നവന്റെ ഉദ്ദേശ്യം തഖർറുബാണ്, അള്ളാഹുവിലേക്കുള്ള തഖർറുബാണ്. അങ്ങനെ അറുക്കുന്ന അറവാണ് തൗഹീദിന്റെ അറവ്. അതാണ് ഇസ്ലാം പഠിപ്പിച്ച അറവ്. ബിസ്മി ചൊല്ലി അറുക്കുന്നു, തക്ബീർ ചൊല്ലുന്നു, അള്ളാഹുവിന്റെ തഖർറുബ് ഉദ്ദേശിച്ച് അറുക്കുന്നു. എന്നാൽ വേറെയും അവസ്ഥകളുണ്ട് അറിവിന്. അതെങ്ങനെയാണെന്നോ? രണ്ടാമത്തെ അവസ്ഥ
അറവ് നടത്തുമ്പോൾ ബിസ്മി ചൊല്ലിക്കൊണ്ട് തന്നെയാണ് അറുക്കുന്നത്. ബിസ്മി ചൊല്ലുന്നു, ചിലപ്പോൾ ഒരു വേള തക്ബീറും ചൊല്ലുന്നുണ്ട്. പക്ഷേ അറുക്കുന്നവന്റെ ഖസ്ദ് തെറ്റിപ്പോയി. അവന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണെന്നറിയുമോ? ചില ആളുകളുടെ പ്രീതിക്ക് വേണ്ടി അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് തന്നെ അറുക്കുന്ന അറവുകൾ ലോകത്തുണ്ട്. മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ പ്രീതിക്ക് വേണ്ടിയുള്ള അറവുണ്ട്, ബദരീങ്ങളുടെ പ്രീതിക്ക് വേണ്ടിയുള്ള അറവുണ്ട്, ആണ്ട് നേർച്ചയും അതേപോലെയുള്ള സമാനമായ ആചാരങ്ങളും ലോകത്ത് പലരും മുസ്ലിമീങ്ങൾ തന്നെ കൊണ്ടാടുമ്പോൾ ബിസ്മിയും തക്ബീറും ഒക്കെ ചൊല്ലി തന്നെയാണ് അറുക്കുന്നത്. പക്ഷേ ഖസ്ദ് തെറ്റിപ്പോയി. തഖർറുബ് അല്ലാഹുവിന്റെ തഖർറുബല്ല. ഈ ഖബറിൽ കിടക്കുന്ന മഹാൻ ഞാൻ ഈ അറുക്കുന്നത് കാണുന്നുണ്ട്, അയാളുടെ പൊരുത്തത്തിന് വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് എന്റെ ഇന്ന ഉദ്ദേശ ലക്ഷ്യങ്ങൾ നടക്കണം. അതുകൊണ്ട് ഈ ഖബറിലുള്ള മഹാനെ പ്രീതിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ആടിനെ അറുക്കുന്നത്. അതല്ലെങ്കിൽ ഇന്ന ദർഗയിലേക്ക് ഈ ആടിനെ ഞാൻ നേർച്ചയാക്കുന്നത്, അതല്ലെങ്കിൽ അറവ് നടത്തുന്നത് എന്നൊക്കെ ഉദ്ദേശത്തോടുകൂടെ അറവ് നടത്തുന്നവരുണ്ട്. വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയുള്ള അറവ് ശിർക്കിന്റെ അറവാണ്. യാതൊരു സംശയവും ആ വിഷയത്തിലില്ല. ശാഫിഈ മദ്ഹബിലെ തന്നെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ അതിന്റെ ഗൗരവം സൂചിപ്പിച്ചിട്ടുണ്ട്. ശാഫിഈ മദ്ഹബിലെ വളരെ പ്രമുഖ പണ്ഡിതനാണ് ഇബ്ൻ ഹജർ അൽ ഹൈതമി. അദ്ദേഹത്തിന്റെ അസ്സവാജിർ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. അതിലൊരു വാചകം ഞാൻ നിങ്ങളെപ്പോ കേൾപ്പിക്കുകയാണ്. ഈ അറവിന്റെ സമയത്ത് നമ്മൾ ഓർക്കേണ്ട ഒരു വാക്യമാണത്. അദ്ദേഹം പറയാണ്, ഖാലൽ ഉലമാഉ, പണ്ഡിതന്മാര് സൂചിപ്പിച്ചിട്ടുണ്ട്, ലൗ ദബഹ മുസ്ലിമുൻ ദബീഹതൻ, ഒരു മുസ്ലിം ഒരു അറവ് നടത്തുകയാണ്. ആ അറവ് നടത്തുമ്പോൾ അയാൾ ബിസ്മിയൊക്കെ ചൊല്ലുന്നുണ്ട്. പക്ഷേ വഖസദ ബിദബ്ഹിഹി, ആ അറവ് കൊണ്ട് അയാൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് അത്തഖർറുബ ബിഹാ ഇലാ ഗൈരില്ലാഹി തആല, അല്ലാഹു അല്ലാത്തവരുടെ തഖർറുബാണ്, സാമീപ്യമാണ്, പൊരുത്തമാണ് അയാൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ സുബ്ഹാനല്ലാഹ് സ്വാറ മുർത്തദ്ദ, അയാൾ അപ്പോൾ തന്നെ ഇസ്ലാമിൽ നിന്ന് ഔട്ടായി, മുർത്തദ്ദായി പോയി. വദബീഹതുഹു ദബീഹതു മുർത്തദ്ദിൻ, അയാൾ അർത്ത അറവില്ലേ അത് ഒരു മുർത്തദ്ദിന്റെ മതത്തിൽ നിന്ന് പുറത്തുപോയ മതഭ്രഷ്ടനായ ഒരാളുടെ അറവാണെന്ന് മഹാനായ ശാഫിഈ പണ്ഡിതനാണ് സൂചിപ്പിക്കുന്നത്. വിശ്വാസികളെ, ഗൗരവമാണ് അറവ് എന്ന് പറഞ്ഞാൽ നമ്മളാണ് അറുക്കാൻ പോയാൽ പോരാ. അറിവിന്റെ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അറുക്കുന്നവന്റെ നീയത്ത് എന്ത് പ്രധാനമാണ്, എന്തറിവിന് എന്ത് ഉദ്ദേശ ലക്ഷ്യമാണ് അയാൾക്കുള്ളത്. അപ്പോഴാണ് അത് ഹലാലോ ഹറാമോ കുഫറോ ശിർക്കോ എന്നൊക്കെ വിധി കൽപ്പിക്കപ്പെടുന്നത്. ചെയ്യുന്നവന്റെ മനസ്സിന്റെ ലക്ഷ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ രണ്ടാമത്തെ അറിവാണത്. മൂന്നാമത്തെ ഒരു അറിവുണ്ട്. ആ അറിവ് എന്താണെന്നറിയുമോ? ആ അറവ് അള്ളാഹു അല്ലാത്തവരുടെ നാമത്തിൽ തന്നെയാണ് അറുക്കുന്നത്. അള്ളാഹു അല്ലാത്തവരുടെ പൊരുത്തം പ്രതീക്ഷിച്ചുമാണ് അറുക്കുന്നത്. നമുക്കറിയാം, ലോകത്ത് ദൈവേതര ശക്തികളുടെ പൊരുത്തത്തിന് വേണ്ടി അറുക്കുന്ന മറ്റു പല മതസ്ഥരുമുണ്ട്. അത് അവരുടെ മതത്തിന്റെ ഭാഗമാണ്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് ഇസ്ലാമിക വിധിപ്രകാരം കടുത്ത ശിർക്കാണ്, ഗൗരവമുള്ള കാര്യമാണ്. ഇനി നാലാമതൊരവസ്ഥയുണ്ട്. അതേതാണെന്നറിയുമോ? മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകൾ അവരറുത്തിരുന്ന ഒരു അറിവുണ്ട്. അവരെങ്ങനെ അറുത്തിരുന്നതെന്നറിയോ? അറുക്കുന്ന സമയത്ത് അവരുടെ ദൈവങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് അറുക്കും. ദൈവങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ടറുക്കും. പക്ഷേ ഉദ്ദേശം കസ്തേതാണ്, അള്ളാഹുവിലേക്ക് അടുപ്പമാണ്. ഈ മഹാന്മാരിലൂടെ അള്ളാഹുവിലേക്ക് എത്തണമെന്നാണ്. അതുകൊണ്ട് ഇന്ന ദൈവത്തിന്റെ പൊരുത്തം, ഇന്ന ദൈവത്തിന്റെ പേര് പറഞ്ഞറുക്കും. പക്ഷെ പൊരുത്തം അള്ളാഹിന്റേതാണ് ആഗ്രഹിക്കുന്നത്. അതും ശിർക്കാണ് എന്ന് ഇസ്ലാം കൃത്യമായി പഠിപ്പിച്ചു. അപ്പൊ ഈ നാലവസ്ഥകളിൽ ഒന്നാമത്തെ അവസ്ഥയാണ് തൗഹീദിന്റെ അറിവ്. ബാക്കിയുള്ളതെല്ലാം ശിർക്കിന്റെ അറിവുകളാണ്. ഇങ്ങനെ ലോകത്ത് ദൈവേതര ശക്തികൾക്ക് വേണ്ടി, അവരുടെ പ്രീതിക്ക് വേണ്ടി ബലി നൽകപ്പെടുമ്പോൾ വിശ്വാസികളെ അള്ളാഹുവിന്റെ പൊരുത്തം കാംക്ഷിച്ചുകൊണ്ട് റബ്ബിലേക്ക് തഖർറുബ് നേടാൻ ഇതാ ഒരവസരം നമുക്ക് വന്നിരിക്കുന്നു. അതുകൊണ്ട് പ്രഖ്യാപിക്കണം. നമ്മൾ നമ്മുടെ നേതാവിനോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞത് ആമുഖമായി ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ച വചനം അതാണ്. ഖുർആനിലെ സൂറത്തു അൻആമിലെ 162, 163 വചനങ്ങൾ. അല്ലാഹു പറയാണ്, ഖുൽ നബിയേ പറയൂ, ഇന്ന സ്വലാത്തി, എന്റെ നമസ്കാരവും, വനുസുകി, ബലികർമ്മം അടക്കമുള്ള എന്റെ ആരാധനാ കർമ്മങ്ങളും, വമഹിയായ വമമാതി, എന്റെ ജീവിതവും മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹുവിനാണ്. എന്റെ എല്ലാം അവന് വേണ്ടിയാണ്. ലാ ശരീക ലഹു, അവന് പങ്കുകാരില്ല. വബിദാലിക ഉമിർതു, അപ്രകാരമാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. വഅന അവ്വലുൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമീങ്ങളിൽ ഒന്നാമൻ തന്നെ. ഇതാണ് നമ്മൾ.
ഇതാണ് നമ്മുടെ നിലപാട്. ഈ പ്രഖ്യാപനമാണ്, ഈ ഒരു അവസരമാണ് നമ്മിലേക്ക് വന്നിരിക്കുന്നത്. ആ അവസരമാണ് നമ്മൾ മുതലെടുക്കേണ്ടത്. എല്ലാ സമുദായങ്ങൾക്കും ബലികർമ്മം ഉണ്ടായിരുന്നു. ബലികർമ്മം നിർവഹിക്കുന്നതിലൂടെ അള്ളാഹു ചെയ്തു തന്ന നിഅമത്തിന് നന്ദി കാണിച്ച് അവന് നമ്മൾ വിനയമുള്ളവരായി മാറുകയാണ്. നോക്കൂ നിങ്ങൾ, സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹ് പറയാണ്, വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ മൻസകാ, എല്ലാ സമുദായങ്ങൾക്കും നാം ബലികർമ്മം നിശ്ചയിച്ചിട്ടുണ്ട്. എന്തിനാണത്? ലിയദ്കുറുസ്മല്ലാഹ്, അല്ലാഹുവിന്റെ നാമം സ്മരിക്കപ്പെടാനാണ്. അലാമാ റസഖഹും മിൻ ബഹീമത്തിൽ അൻആം, അവർക്ക് നാം നൽകിയ കന്നുകാലി മൃഗങ്ങളുടെ മേൽ നമ്മുടെ നാമം സ്മരിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് സർവ്വ സമുദായങ്ങൾക്കും ബലികർമ്മം നിശ്ചയിച്ചത്. അതുകൊണ്ട് ഓർക്കണേ, ഫഇലാഹുക്കും ഇലാഹും വാഹിദ്, നിങ്ങളുടെ ഇലാഹ് ഏകനായ ഇലാഹ് മാത്രമാണ്. ഫലഹു അസ്ലിമൂ, അവന് നിങ്ങൾ കീഴ്പ്പെടണേ. വബശ്ശിരിൽ മുഖ്ബിതീൻ, കീഴ്പ്പെടുന്നവർക്ക്, വിനയം കാണിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കണേ നബിയേ. എത്ര കൃത്യമാണ്! അതുകൊണ്ട് കൂടുതൽ നീട്ടി പറയുന്നില്ല. അതിന്റെ ഗൗരവം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ത്യാഗത്തിന്റെ, ക്ഷമയുടെ, സമർപ്പണത്തിന്റെ പ്രതീകമാണ് ബലി. ല്ലേ, മഹാനായ ആദർശ പിതാവായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ജീവിതത്തിന്റെ സായം സന്ധിയിൽ, ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ കരഞ്ഞു കലങ്ങിയ കണ്ണുമായി, തപിക്കുന്ന മനസ്സുമായി നിരന്തരമായി റബ്ബിനോട് ദുആ ചെയ്യുകയാണ് ഒരു സന്താന ലബ്ധിക്ക് വേണ്ടി. അങ്ങനെ അള്ളാഹു നൽകിയ സന്താനം, ആ സന്താനത്തിന്റെ പേരിൽ നിരന്തരമായ പരീക്ഷണങ്ങളായിരുന്നു. അവസാനം ആ കുട്ടി തന്റെ കൂടെ നടക്കാനും ജോലി ചെയ്യാനും തന്റെ കൂടെ ഓടി നടക്കാനും ഒരു പിതാവിന്റെ മനസ്സ് വല്ലാതെ പിടിച്ചാകർഷിക്കുന്ന ആ കുഞ്ഞുനാളിൽ തന്റെ കൈപിടിച്ച് നടക്കുന്ന മോനെ അറുക്കാൻ വേണ്ടി അള്ളാഹുവിങ്കിൽ നിന്ന് പ്രത്യേകമായ സ്വപ്ന ദർശനം ഉണ്ടാകുകയും മകനോട് കൂടിയാലോചിക്കുകയും അങ്ങനെ വാപ്പയോട് വളരെ സന്തോഷകരമായ മറുപടി പറയുകയും ചെയ്ത സന്ദർഭം വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും അള്ളാഹുവിന് കീഴ്പ്പെടുന്ന ആ മഹനീയമായ ഒരു രംഗം ഖുർആൻ എടുത്തു പറയുകയാണ്. ഫലമ്മാ അസ്ലമാ വതല്ലഹു ലിൽ ജബീൻ, രണ്ടുപേരും കീഴൊതുങ്ങി നെറ്റി ചെരിച്ച് കമിഴ്ന്ന് അറുക്കാൻ വേണ്ടി വാപ്പയുടെ മുമ്പിൽ ഒതുങ്ങി കിടന്നു കൊടുക്കുന്ന പൊന്നുമോന്റെ ആ ചിത്രം വരച്ച് കാണിക്കുകയാണ് ഖുർആൻ. ഖുർആൻ ബലിക്കെതിരാണെന്ന് പറയുന്നവർ, ഖുർആനിൽ ബലികർമ്മമേ ഇല്ലെന്ന് പറയുന്നവർ മറുപടി പറയട്ടെ. വാപ്പയുടെ മുമ്പിൽ നെറ്റി കമിഴ്ത്തി കിടന്ന് നെറ്റി ചെരിച്ച് കിടത്തി അറുക്കാൻ കഴുത്ത് നീട്ടിക്കൊടുത്തത് എന്തിനു വേണ്ടിയാണ്? അല്ലേ, അള്ളാഹ് കൽപ്പിച്ചത് കൊണ്ടല്ലേ അത്? അപ്പോഴാണ് വിളിക്കുന്നത്, വനാദൈനാഹു അയ്യാ ഇബ്രാഹിം, അവിടെ വെച്ച് ഇബ്രാഹിമേ എന്ന് അള്ളാഹ് നാം വിളിച്ചു ഇബ്രാഹിമിനെ. അത് സദ്ദഖത റുഇയ, സ്വപ്നം സാക്ഷാത്കരിച്ചിട്ടുണ്ട്. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, അപ്രകാരമാണ് നാം മുഹ്സിനീങ്ങൾക്ക് പ്രതിഫലം നൽകുന്നത്. എന്നിട്ട് അള്ളാഹ് പറയാണ്, വഫദൈനാഹു ബിദ്ബിഹിൻ അദീം, മഹത്തായ ഒരു ബലിമൃഗത്തെ ആ മകന് പകരമായി നാം ഇബ്രാഹിമിന് നൽകി അതിനെ ബലികൽപ്പിക്കാൻ വേണ്ടി പറയുകയായിരുന്നു എന്ന് അള്ളാഹ് പറയാണ്. എന്നിട്ട് അവസാനം അള്ളാഹ് പറയുന്നുണ്ട്, ഇതൊരു പരീക്ഷയായിരുന്നു. ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ, ഇത് സ്പഷ്ടമായ ഒരു പരീക്ഷണം തന്നെയായിരുന്നു, ഒരു പരീക്ഷയായിരുന്നു. അങ്ങനെയാണല്ലോ, പരീക്ഷയ്ക്ക് ചിലപ്പോ വിദ്യാർത്ഥിക്ക് ഇഷ്ടമില്ലാത്ത ക്വസ്റ്റ്യൻ കൊടുക്കാറുണ്ട്. ഇതുപോലെ തന്നെ വിദ്യാർത്ഥിക്ക് അല്പം പ്രയാസകരമായ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു അള്ളാഹ് കൊടുത്തത്. പക്ഷേ ആ ചോദ്യത്തിനും ഉത്തരം കണ്ടെത്താൻ നമ്മുടെ ആദർശ പിതാവ് ഒരുങ്ങിയപ്പോൾ ആ ത്യാഗത്തിന്റെ, ആ മനോധൈര്യത്തിന്റെ, ആ ക്ഷമയുടെ, ആ കീഴടങ്ങലിന്റെ, ആ സമർപ്പണത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ലോകത്ത് നമുക്ക് ബലി നിയമമാക്കപ്പെട്ടിരിക്കുകയാണ് വിശ്വാസികളെ. അതുകൊണ്ട് ആ ഒരു ചെറിയ ത്യാഗത്തിന് നമ്മൾ ഒരുങ്ങുക, ആ ഒരു ചെറിയ ത്യാഗത്തിന് നമ്മൾ സന്നദ്ധരാകുക. ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും നമ്മൾ നേടാറുണ്ട്. മൊബൈൽ ഫോണുകൾ ഇങ്ങനെ വർഷാവർഷം മാറി വരുമ്പോ എന്റെ ഫോൺ ഒന്ന് മാറ്റണം എന്ന് ചിന്തിക്കുമ്പോ 50,000-ഉം 1,00,000-ഉം ഒക്കെ കൊടുത്ത് ഫോൺ ചേഞ്ച് ചെയ്യുന്നവരാണ് നമ്മൾ. ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാർ എനിക്ക് മതിയാവില്ല, ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോ മോഡൽ മാറ്റുന്നവരാണ് നമ്മൾ. വീട്, ഇഷ്ടമുള്ള പാർപ്പിടവും വീടുമൊക്കെ ഇഷ്ടാനുസരണം പ്ലാൻ ചെയ്ത് തയ്യാറാക്കുന്നവരാണ് നമ്മൾ. ആഴ്ചയിലും മാസത്തിലും ഒക്കെ നാം കൊടുത്തു വീട്ടുന്ന, അതല്ലെങ്കിൽ ചിലവഴിക്കുന്ന ഡ്രസ്സിനും ഭക്ഷണത്തിനും ഒക്കെ നാം ചെയ്യുന്ന, അതല്ലെങ്കിൽ നാം ചിലവഴിക്കുന്ന സമ്പത്തിന്റെ കണക്ക് ഒന്ന് കൂട്ടി നോക്കൂ സുഹൃത്തുക്കളെ, വിശ്വാസികളെ. പിന്നെ എന്തുകൊണ്ട് ബലികർമ്മത്തിന് മാത്രം അത് നമ്മുടെ അജണ്ടയിലില്ലാത്തൊരു വിഷയമായി മാറുന്നത് എന്തുകൊണ്ടാണ്? അതെ, അവിടെയാണ് ഇബ്രാഹിം ഒരു ചോദ്യചിഹ്നമായി നമ്മുടെ മുമ്പിൽ അവശേഷിക്കുന്നത്. ത്യാഗത്തിന് നമ്മൾ ഒരുക്കമല്ല, സമർപ്പണത്തിന് നമ്മൾ ഒരുക്കമല്ല, അതിനുവേണ്ടി പണം ചെലവഴിക്കാൻ നമ്മൾ
ഒരുക്കമല്ല. അവിടെയാണ് നമ്മുടെ ഈമാൻ മാറ്റുരയ്ക്കുന്നത്. അതുകൊണ്ട് വാപ്പക്ക് ചേരാം, ഉമ്മക്ക് ചേരാം, സഹോദരനും സഹോദരിക്കും ചേരാം. ഒരു വീട്ടുകാർക്ക് ഒന്നിച്ച് ഒരു മൃഗത്തെ അറുക്കാം. അതിനൊന്നും കഴിയില്ലെങ്കിൽ ഒരു വില്ല് 7 ആൾക്ക് വരെ ഷെയർ ചെയ്യാം. എന്നിട്ടെങ്കിലും ഈ മഹത്തായ പുണ്യകർമ്മം, ഈ സുന്നത്തിനെ ജീവിപ്പിച്ച് റബ്ബിലേക്ക് തഖർറുബ് നേടാൻ നമ്മുടെ മുമ്പിൽ അവസരമുണ്ട്. അതിനെക്കുറിച്ച് ചിന്തിക്കാനാണ് ഇത് ഓർമ്മപ്പെടുത്തിയത്. അതുകൊണ്ട് ഈ മഹത്തായ കർമ്മത്തെ കുറിച്ച് ആലോചിക്കുകയും അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ നടത്തുകയും ആ നിലക്കുള്ള എല്ലാ ഒരുക്കങ്ങൾക്കും നമ്മൾ തയ്യാറാവുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹനീയമായ കർമ്മം നിർവഹിച്ച് അവങ്കലിലേക്ക് തഖർറുബ് ആഗ്രഹിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഏതൊരു കർമ്മത്തിനും വിധിവിലക്കുകൾ ഉണ്ടാവും. ആ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് ചെയ്തെങ്കിലേ അത് അള്ളാഹുവിന്റെ അടുക്കൽ കബൂൽ ചെയ്യപ്പെടുകയുള്ളൂ. എന്തൊക്കെയാണ് ബലികർമ്മത്തിന് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചുരുക്കി പറയുകയാണ്. ഒന്നാമതായി നാം ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു, കന്നുകാലികളിൽ നിന്നാണ് അറവ് നടത്തേണ്ടത്. ഒട്ടകമോ അതല്ലെങ്കിൽ ഒട്ടകം, അതേപോലെ തന്നെ മാടുവർഗം, ആടുവർഗം, അൽ ഇബിൽ വൽ ബഖർ വൽ ഗനം, ഇതാണ് ശറഅ് നിശ്ചയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നാം ബലിമൃഗത്തിന് വേണ്ടി അതല്ലെങ്കിൽ ബലിയറുക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്ന മൃഗത്തിന് അള്ളാഹുവിന്റെ ദീന് നിശ്ചയിച്ച പ്രായമായിരിക്കണം. ഒട്ടകമാണെങ്കിൽ 5 വർഷമാണ്, 5 വയസ്സാണ് അതിന്റെ പ്രായപരിധി. മാടുവർഗമാണെങ്കിൽ 2 വയസ്സാണ് അതിന്റെ പ്രായപരിധി. ഇനി ആടുവർഗമാണെങ്കിൽ നമ്മുടെ നാട്ടിൽ സാധാരണ കാണുന്ന കോലാട്, അതാണല്ലോ അധികവും അറുക്കപ്പെടുന്നത്. ആ ആടാണെങ്കിൽ 1 വയസ്സാണ് അതിന്റെ പ്രായം. ഇനി ചെമ്മരിയാടാണെങ്കിൽ പണ്ഡിതന്മാര് പറയുന്നു 6 മാസം മുതൽ 1 വർഷം വരെ പ്രായമാകാം. 6 മാസമായാലും പറ്റും, 1 വർഷം വരെ ആകാം. അതാണ് ഏറ്റവും ആ വിഷയത്തിൽ അഫ്ളലായത്. ഇങ്ങനെ ഈ പ്രായപരിധി നമ്മൾ പരിഗണിക്കണം. അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടത് എല്ലാ ന്യൂനതകളിൽ നിന്നും മുക്തമായ നല്ല ഭംഗിയുള്ള ഒരു മൃഗത്തെയാണ് അള്ളാഹുവിന് വേണ്ടി നമ്മൾ സമർപ്പിക്കേണ്ടത്. പിന്നെ ആ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരാൾക്ക് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഒരു മാടുവർഗത്തിൽ അതല്ലെങ്കിൽ ഒട്ടകത്തിൽ ഒക്കെ ഷെയർ ചെയ്യുകയാണെങ്കിൽ 7 പേർക്ക് വരെ ഷെയർ ചെയ്യാം. 7-ലധികമാകാൻ പാടില്ല. 7 എണ്ണം ആകണമെന്നുമില്ല, അതിൽ ചുരുങ്ങിയുമാകാം. മാക്സിമം 7 എന്നാണ് അവിടെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇനിയോ ഒറ്റക്കറക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല കാര്യം. എന്നാൽ ഇവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു മൃഗത്തിൽ ഷെയർ ചെയ്യുന്നതിനേക്കാൾ അതല്ലെങ്കിൽ ഷെയർ കൂടുന്നതിനേക്കാൾ ഉത്തമം ഒരാൾ ഒരാടിനെ അറുക്കലാണ്. ഒരാടിനെ അറുത്താൽ അതുകൊണ്ടുള്ള മെച്ചം എന്താന്ന് ചോദിച്ചാൽ അയാൾക്കും അയാളെ പ്രതിനിധീകരിക്കുന്ന കുടുംബത്തിനും ആ ആട് മതി. ഇനി ആടിനെ കഴിയൂലെങ്കിൽ ഷെയർ ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് തെരഞ്ഞെടുക്കാവുന്ന ഒരു കാര്യമാണ്. ഇനി ആ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, അറുക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ദുൽഹിജ്ജ മാസം പിറന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ മുടിയോ നഖമോ അറുക്കുന്നത് വരെ നീക്കം ചെയ്യാൻ പാടില്ല. പല ആളുകൾക്കും അതിൽ കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട്. എപ്പോൾ മുതലാണ് ഇത് തുടങ്ങേണ്ടത്? ദുൽഹിജ്ജ മാസം തുടങ്ങിയാൽ അതുവരെ ആവാം. ദുൽഖഅദയിൽ മുടി നീക്കം ചെയ്യാം. ദുൽഹിജ്ജ പിറന്നു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഏതുവരെയാണ്? ആ ഉരുവിന്റെ കഴുത്തിൽ കത്തിവെക്കുന്നത് വരെയാണ് ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് അറുക്കുന്ന ആള് മാത്രം ചെയ്താൽ മതി. വീട്ടിലുള്ള ബാക്കിയുള്ളവരൊന്നും അത് ആ നിയമം പാലിക്കാൻ ബാധ്യസ്ഥരല്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ സൂചിപ്പിക്കാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളിലേക്ക് വരാനിരിക്കുന്ന ദിവസങ്ങളാണ്. ദുൽഹിജ്ജ മാസത്തിന്റെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അഫ്ളലു അയ്യാമി ദുനിയ അയ്യാമുൽ അശ്ർ, ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠകരമായ ദിനങ്ങളാണ് വരാനിരിക്കുന്ന 10 ദിനങ്ങൾ. ആ ദിവസങ്ങളിൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് അള്ളാഹുവിലേക്ക് അടുക്കാൻ, ഈ ഒരു മഹത്തായ അവസരം ഉപയോഗപ്പെടുത്താൻ നമ്മളെല്ലാവരും സന്നദ്ധരാകണം. എല്ലാവിധ സൽക്കർമ്മങ്ങളും നമുക്ക് ചെയ്യാം. നോമ്പടക്കം എല്ലാം ചെയ്യാനുള്ള അവസരങ്ങളാണ്. അതേപോലെ തന്നെ അറഫ നോമ്പ് 2 കൊല്ലത്തെ പാപങ്ങൾക്കുള്ള പരിഹാരമാണത്. ഈ കാര്യത്തിലൊക്കെ നമ്മൾ ശ്രദ്ധ കാണിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ജിഹാദിനേക്കാൾ പുണ്യമാണ്
ഈ വരുന്ന ദിവസങ്ങളിലുള്ള സൽക്കർമ്മങ്ങൾ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല വരുന്ന ഈ അവസരങ്ങളെ നമ്മുടെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയൊരു ചാൻസായി, ഒരു വലിയ അവസരമായി കണ്ട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ച് ഉപയോഗപ്പെടുത്തുന്ന സത്യവിശ്വാസികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ പാപങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അവനിലേക്ക് സാമീപ്യം ആഗ്രഹിച്ചുകൊണ്ട് സൽക്കർമ്മം ചെയ്യുന്ന, നല്ല ഉദ്ദേശശുദ്ധിയോടുകൂടെ സൽക്കർമ്മങ്ങളിൽ നിരതരാകാനുള്ള തൗഫീഖ് നമുക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മാരക രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് അല്ലാഹു എത്രയും വേഗം ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കടബാധ്യത കൊണ്ട് കഷ്ടപ്പെടുന്നവർക്ക് ആ കടത്തിൽ നിന്ന് അല്ലാഹു മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك سميع قريب مجيب الدعوات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداء الدين وانصر عبادك الموحدين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم انصر من نصر الدين واخذل من خذل الإسلام والمسلمين. ربنا أفرغ علينا صبرا وثبت أقدامنا وانصرنا على القوم الكافرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وأقم الصلاة.